ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ ഒരു അടിപൊളി വെബ് സീരീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്നാണ് പേര്. നീരജ് മാധവ്, അജു വർഗീസ്, ഗൗരി ജി കിഷൻ ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങൾ. വിഷ്ണു രാഘവാണ് ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹം തന്നെയാണ് സ്ക്രിപ്റ്റും ചെയ്തിട്ടുള്ളത്. അപ്പം സ്ക്രിപ്റ്റ് നോക്കുന്ന സമയത്ത് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം ക്രാഫ്റ്റ് ഉള്ള വ്യക്തിയാണ് വിഷ്ണു രാഘവ് എന്ന് ഈ ഒരു വെബ് സീരീസ് തുടങ്ങി ആദ്യത്തെ എപ്പിസോഡിൽ കുറച്ചൊരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ധാരണ കിട്ടും. പിന്നെ ഓരോ എപ്പിസോഡും മൊത്തം 6 എപ്പിസോഡാണുള്ളത്. ഓരോ എപ്പിസോഡും കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് നമുക്കുണ്ട്. എൻഗേജിങ് ആയിട്ട് അത് കൊണ്ടുപോകുന്നുണ്ട്. അതിനകത്തൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോ സംഭവങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഇത് കണ്ടിരിക്കാനും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ, അതൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് കൊള്ളാവുന്ന നല്ലൊരു വർക്ക് കണ്ട ഫീൽ വരുന്നുണ്ട്. ഈ വെബ് സീരീസ് ഇവര് ട്രെയിലറൊക്കെ ഇറക്കിയ സമയത്ത് തന്നെ പറയുന്നുണ്ടായിരുന്നു, മിഥുനം എന്ന് പറയുന്ന സിനിമയിലും വരവേൽപ്പ് എന്ന് പറയുന്ന സിനിമയിലും ലാലേട്ടന്റെ കഥാപാത്രങ്ങളെ ഒന്നിപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് പറയുന്നുണ്ട്. ആ ഒന്നിപ്പിച്ചു കഴിഞ്ഞതിന്റെ രൂപം തന്നെയാണ് ഇതിനകത്ത് നമ്മുടെ നീരജ് ചെയ്യുന്ന വിനോദ് എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ നമുക്ക് കാണാൻ പറ്റുക. ഗൾഫുകാരനാണ്, പ്രവാസിയാണ്, അതുപോലെ തന്നെ പ്രണയമുണ്ട്, വിവാഹം കഴിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ വരുന്ന ഒരു വ്യക്തി നാട്ടിലേക്ക് വരുന്ന പ്രവാസി നാട്ടിൽ വന്ന് വിവാഹത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നു. ഇതിന്റെ കിടന്ന് ഇയാൾ കടന്ന് അനുഭവിക്കുന്ന വെപ്രാളങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇത് തുടങ്ങിക്കഴിഞ്ഞ ആദ്യത്തെ എപ്പിസോഡിനകത്ത് വളരെ ഭംഗിയായിട്ടുള്ള ഒരു പ്രണയം കാണിച്ചിട്ടുണ്ട്. ഈ സിനിമ കണ്ടിട്ട് നമുക്ക് ആ ഒരു പ്രണയമൊക്കെ നമുക്കും കൂടി ഫീൽ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ റയറായിട്ട് ഇപ്പൊ സംഭവിക്കാറുള്ളൂ. വളരെ അപൂർവമായിട്ട് സംഭവിക്കാറുള്ളൂ. ഇതിനകത്ത് ഫസ്റ്റ് എപ്പിസോഡിൽ ഇവരുടെ പ്രണയം, വിനോദ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ പിന്നെ ഗൗരി കിഷൻ ചെയ്യുന്ന ഗൗരി എന്ന് പറയുന്ന ക്യാരക്ടർ തന്നെയാണ്. ഈ രണ്ടാൾക്കാരുടെയും പ്രണയം കണ്ടോണ്ടിരിക്കാൻ രസാട്ടോ. അവരുടെ ആ ഒരു പ്രണയം തുടങ്ങിക്കഴിഞ്ഞ് അത് എങ്ങനെ തുടങ്ങുന്നു, എവിടുന്ന് പരിചയപ്പെടുന്നു, ആ പ്രണയം എങ്ങനെ പോയി അത് അവസാനിക്കുമ്പോഴേക്കും ഇവർക്ക് നാട്ടിലേക്ക് വരേണ്ട ആവശ്യം വരികയാണ്. അപ്പൊ ഈ വിനോദ് എന്ന് പറയുന്ന ക്യാരക്ടർ കുറച്ച് സെന്റിമെന്റൽ ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഇയാൾക്ക് കുറച്ച് ഇമോഷണൽ സൈഡൊക്കെ ഉണ്ട്. ചെറുപ്പത്തിൽ തന്നെ സ്വന്തം വീടൊക്കെ നഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ്. അപ്പോൾ സ്വന്തം വീട്ടിൽ നിന്നും കടബാധ്യത മൂലം ഇറങ്ങി പോവേണ്ടി വന്ന ഒരു കഥാപാത്രം, അച്ഛനും അമ്മയും ഉണ്ട്. അപ്പൊ ഇവർക്കൊരു സ്വപ്നം എന്ന് വെച്ചാൽ സ്വന്തമായിട്ടൊരു വീട് വെക്കുക എന്നുള്ളതാണ്. അപ്പൊ അവർ വീട് സ്വന്തമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളൊരു സ്വപ്നം ഭയങ്കരമായിട്ട് നിൽക്കുന്ന ക്യാരക്ടറാണ് വിനോദ്. അപ്പൊ ഈ സെക്കൻഡ് എപ്പിസോഡ് തുടങ്ങുമ്പോഴേക്കും വിനോദ് നാട്ടിലേക്ക് വരുന്നു. വിനോദിനെ വീട് വെക്കുക എന്നുള്ള സ്വപ്നം വരുന്നു. അതേസമയം തന്നെ ഗൗരി എന്ന് പറയുന്ന വിനോദിന്റെ കാമുകിയായിട്ടുള്ള കഥാപാത്രത്തിന് കാനഡയിൽ പോകുക എന്നുള്ള സ്വപ്നമുണ്ട്. അപ്പൊ രണ്ടുപേർക്ക് രണ്ട് സ്വപ്നങ്ങളാണ് നിൽക്കുന്നത്. ഈ സ്വപ്നങ്ങളിലേക്ക് ഇവർ എങ്ങനെയാണ് എത്തിച്ചേരാൻ പോകുന്നത് എന്നുള്ളതാണ് പിന്നെ അവിടുന്ന് മൊത്തത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ തന്നെ വേറൊരു ക്യാരക്ടർ വരുന്നുണ്ട്. നമ്മുടെ അജു വർഗീസ് ചെയ്യുന്ന പത്മരാജൻ എന്ന് പറയുന്ന പപ്പേട്ടൻ എന്ന് വിളിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അജു വർഗീസിന്റെ കരിയറിലെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് പരിഗണിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ പത്മരാജൻ എന്ന് പറയുന്ന ക്യാരക്ടർ. അത് പുള്ളിയുടെ പെർഫോമൻസ് കൊണ്ടും പറയാൻ പറ്റും. അതുപോലെ തന്നെ പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ ഭയങ്കര രസമാണ്. തുടങ്ങുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് പത്മരാജൻ എന്ന് പറയുന്ന ക്യാരക്ടറിലൂടെയാണ് ഈ വെബ് സീരീസ് കാണിക്കുന്നത്. ആ സമയത്ത് പത്മരാജൻ ടോയ്ലറ്റിൽ ഇരിക്കുകയാണ്. വളരെ ടോക്സിക് ആയിട്ടുള്ള കമന്റ്സ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ടോക്സിക് ആയിട്ട് കമന്റ് ചെയ്യുന്ന പത്മരാജൻ, അത്യാവശ്യം സദാചാരം പറയുന്ന അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധമായിട്ടൊക്കെ സംസാരിക്കുന്ന പത്മരാജൻ പതിയെ പോയിട്ട് ഈ വെബ് സീരീസ് അവസാനിക്കുമ്പോഴേക്കും അയാൾ മൊത്തത്തിൽ മാറുകയാണ്. വളരെ അയാളുടെ ഐഡിയോളജിയിൽ മാറ്റം വന്നു കഴിഞ്ഞു. അയാൾ കുറെ കൂടി പ്രോഗ്രസീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. ആ ഒരു കഥാപാത്രത്തിന്റെ മാറ്റം എന്ന് പറയുന്ന സംഭവമാണ് ഇതിനകത്ത് ഏറ്റവും ഭംഗിയായിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഭംഗിയുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ പത്മരാജന്റെ കാമുകിയായിട്ട് വരുന്ന ലിസി എന്ന് പറയുന്ന ക്യാരക്ടർ പത്മരാജൻ എങ്ങനെയാണോ അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കുറച്ച് ഫെമിനിസ്റ്റ് ചിന്താഗതി ആശയങ്ങളൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. ആ ലിസിയും പത്മരാജനും രണ്ട് ഐഡിയോളജികളിൽ നിൽക്കുന്ന രണ്ട് മനുഷ്യർ തമ്മിലുള്ള പ്രണയത്തെ കാണിക്കുന്നുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരിക്കും ഒരേ ഐഡിയോളജിയിൽ നിൽക്കുന്ന ആളുകളുടെ പ്രണയത്തെക്കാൾ കൂടുതൽ ഭംഗിയുണ്ടായിരിക്കും രണ്ട് ഐഡിയോളജിയിൽ നിൽക്കുന്ന ആളുകളുടെ പ്രണയം. കാരണം ഒരാൾ മറ്റൊരാളിൽ നിന്നും ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ എടുക്കുക എന്ന് പറയുന്ന സംഭവം, സ്വയം നവീകരിക്കപ്പെടുക എന്ന് പറയുന്ന സംഭവമൊക്കെ ഇവിടെ സംഭവിക്കും. അത് ഈ ലിസി എന്ന് പറയുന്ന ക്യാരക്ടർ ആണെങ്കിലും പത്മൻ എന്ന് പറയുന്ന പത്മരാജൻ എന്ന് പറയുന്ന ക്യാരക്ടർ ആണെങ്കിലും ഒക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ പത്മരാജന്റെ ഈ ടോക്സിക് ആയിട്ട് തുടങ്ങിയ വെബ് സീരീസ് തുടങ്ങുമ്പോൾ ആ ഒരു ക്യാരക്ടറിൽ നിന്ന് അയാളെ മൊത്തത്തിൽ മാറ്റിയെടുക്കുന്നത് ലിസിയാണ്. ആ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അജു വർഗീസിന്റെ കരിയർ നോക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് കാലങ്ങളായിട്ട് ഇദ്ദേഹം വളരെയധികം സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ലാസ്റ്റ് റിലീസ് ചെയ്തിട്ടുള്ള ആപ് കൈസേ ഹോ എന്ന് പറയുന്ന ധ്യാൻ ശ്രീനിവാസൻ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള മൂവിക്കകത്താണെങ്കിൽ അജു കാര്യമായിട്ട് കോമഡി ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ചീറ്റിപ്പോയ അവസ്ഥയായിരുന്നു. ഒപ്പം നിൽക്കുന്ന പിഷാരടി ആയിരുന്നു ഈ കോമഡി ഒക്കെ സ്കോർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ പണ്ടൊക്കെ നമ്മൾ ഈ തട്ടത്തിൻ മറയത്ത് പോലുള്ള സിനിമകളൊക്കെ കണ്ടിട്ട് അജു വർഗീസിന്റെ കോമഡി ഒക്കെ കണ്ടിട്ട് ഒരുപാട് കൈയടിച്ചിട്ടുണ്ട്. അത്തരം പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ല നിരാശയായിരുന്നു ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ കുറച്ച് കാലങ്ങളായിട്ട് വന്നുകൊണ്ടിരുന്നത്. സത്യം പറയല്ലോ, ആപ് കൈസേ ഹോ കഴിഞ്ഞ 2 ദിവസം മുൻപാണ് ഞാൻ കണ്ടത്. അതിനുശേഷം ഈ പറയുന്ന ഒരു വെബ് സീരീസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി. കാരണം
ആപ് കൈസേ ഹോല് വർക്കാവാതെ പോയിട്ടുള്ള കോമഡി സംഭവം ഒക്കെ ഇല്ലേ, അതൊക്കെ ഇതിനകത്ത് കൃത്യമായിട്ട് വർക്കായിട്ടുണ്ട്. നല്ല രസമായിട്ട് കോമഡി ചെയ്യുന്നുണ്ട്, എന്നാൽ പറയേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഓരോ സിറ്റുവേഷനും ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അജു വർഗീസിന് കുറെ കാലത്തിന് ശേഷമാണ് ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് കിട്ടുന്നതും. സോ അജു വർഗീസിന്റെ പെർഫോമൻസിൽ നമുക്ക് ആ ഒരു സന്തോഷമുണ്ട്. പിന്നെ നീരജ് മാധവന്റെ കാര്യം ഇതുപോലെ തന്നെയാണ്. പുള്ളിക്കാരന് മലയാളത്തിൽ വേണ്ടത്ര നല്ല കഥാപാത്രങ്ങളൊന്നും കിട്ടാതെ പോയിട്ടുള്ള നടനാണ്. വേണ്ടത്ര അംഗീകരിക്കപ്പെടുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ കിടിലം വർക്കാണ് ഫാമിലി മാൻ എന്ന് പറയുന്ന ബോളിവുഡിലെ ഒരു വെബ് സീരീസ് ഉണ്ട്. ആ വെബ് സീരീസിനകത്തൊക്കെ ഉള്ള ക്യാരക്ടർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ വെബ് സീരീസ് കണ്ടിട്ട് സത്യം പറയാലോ ഭയങ്കര അതിശയം വന്നു, എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് മലയാളത്തിൽ അതുപോലുള്ള ക്യാരക്ടർ ഒന്നും കിട്ടാത്തതെന്ന്. പക്ഷെ അതേപോലുള്ള ക്യാരക്ടർ ഒന്നും അല്ല ഇതിനകത്തും ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന വർക്കിനകത്തും കിട്ടിയിട്ടുള്ളത്. എന്നാൽ കിട്ടിയ ക്യാരക്ടർ ആണെങ്കിലോ തനി നാട്ടും പുറത്തുകാരനായ നമ്മുടെ അപ്പുറത്തും അപ്പുറത്തൊക്കെ കാണാൻ പറ്റുന്ന ഒരു വ്യക്തി, ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആ ഒരു ക്യാരക്ടർ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർ അനുഭവിക്കുന്ന ഓരോ സ്ട്രഗിൾ പീരീഡ് ഉണ്ട്, അതൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രണയം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഗൗരി ജി കിഷന്റെ കൂടെയുള്ള പ്രണയം സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ വിനോദ് എന്ന് പറയുന്ന ക്യാരക്ടറും ഗൗരി എന്ന് പറയുന്ന ക്യാരക്ടറും തമ്മിലുള്ള പ്രണയം സംഭവിക്കുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഈ കഥാപാത്രങ്ങൾക്കിടയിലും പല കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വെബ് സീരീസ് തുടങ്ങിയ ആദ്യത്തെ ഒരു 5 എപ്പിസോഡ് കഴിയുന്നവരേക്കും നമ്മൾ ഈ ഗൗരിയുടെയും അതുപോലെ വിനോദിന്റെയും പ്രണയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടയിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് 6ാമത്തെ എപ്പിസോഡിൽ വൻ ട്വിസ്റ്റ് നടക്കുന്നത്. നമ്മൾ അത്ര നേരം കണ്ടതൊന്നും അല്ലായിരുന്നു കഥ, അവരുടെ പ്രണയം അല്ലായിരുന്നു കഥ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു. അപ്പൊ ഈ ഗൗരിയുടെയും വിനോദിന്റെയും പ്രണയത്തിലും ഗൗരി എന്ന് പറയുന്ന പെൺകുട്ടി ഇന്നത്തെ പെൺകുട്ടികളെ പ്രതിനിധീകരിക്കാവുന്ന ഒരു കഥാപാത്രമാണ്. ഈ ഗൗരിക്ക് കൃത്യമായിട്ടൊരു പ്രണയത്തെ എവിടെ സ്റ്റോപ്പ് ചെയ്യണമെന്നറിയാം, ഒരു ബൗണ്ടറി എവിടെ കീപ്പ് ചെയ്യണമെന്നറിയാം, പ്രണയത്തെ കുറിച്ച് കാഴ്ചപ്പാടുകളുണ്ട്, ടോക്സിക് ആയ റിലേഷൻ എന്താണെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ഈ ഗൗരി തുടക്കത്തിൽ തന്നെ അതിനെ കുറിച്ച് കാണിക്കുന്നുണ്ട്, ഫ്രെയിം ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ ക്യാരക്ടർ എന്താണെന്നുള്ളതിനെ കുറിച്ച്. പക്ഷെ ഇതിന്റെ ക്ലൈമാക്സിലാണ് ഈ ഗൗരി എന്ന് പറയുന്ന ക്യാരക്ടർ എത്രത്തോളം അടിപൊളിയാണെന്ന് ഡയറക്ടർ കാണിക്കുന്നത്. കാരണം നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല ഗൗരി എന്ന് പറയുന്ന കഥാപാത്രം ഇതിന്റെ ക്ലൈമാക്സിൽ പറയുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഈ 5 എപ്പിസോഡ് കണ്ടിട്ട് പോലും നമുക്ക് ഒരിക്കലും തോന്നില്ല ഈ ക്യാരക്ടർ ഇത്രയും അനുഭവിച്ചു, അല്ലെങ്കിൽ ഇത്രയും ഇവരുടെ ഉള്ളിൽ പ്രശ്നങ്ങളുണ്ട്, ഇത്രയും ഒറ്റപ്പെടൽ അവഗണനയൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം പോലും നമ്മൾ ചിന്തിക്കുന്നില്ല. അതൊക്കെ നോർമലൈസ് ചെയ്ത് നമ്മൾ പോകുന്നുണ്ട്. പക്ഷെ ഗൗരി എന്ന് പറയുന്ന ക്യാരക്ടർ എന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്ന സമയത്ത് അത് വളരെയധികം കറക്റ്റ് ആണെന്നുള്ള ഫീൽ നമുക്കും വരുന്നുണ്ട്. കാരണം നമ്മൾ അപ്പോഴാണ് ആലോചിക്കുന്നത് ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങളാണല്ലോ എന്ന്. സോ മൊത്തത്തിൽ ഈ ക്യാരക്ടറിന് ഉണ്ടാക്കിയെടുത്ത രീതി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ആനന്ദ് മന്മഥൻ ഇതിനകത്തൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, കോൺട്രാക്ടർ ആയിട്ടാണ്. ആ ഒരു ക്യാരക്ടർ കണ്ട സമയത്ത് എനിക്ക് ആദ്യം സംശയമായിരുന്നു ഇത് ഈ വ്യക്തിയാണോ എന്നുള്ള കാര്യത്തിൽ. ഒന്നാമത് ആനന്ദ് കുറച്ച് കാലങ്ങളായിട്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്, ഒന്നുകിൽ നായകന്റെ ബ്രദറായിട്ട് അല്ലെങ്കിൽ നായികയുടെ ബ്രദറായിട്ട് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ലാസ്റ്റ് ഇറങ്ങി പൊന്മാനിലും ഇതായിരുന്നു അവസ്ഥ. അപ്പോൾ ആനന്ദാണോ എന്നുള്ള സംശയത്തിൽ ഞാൻ നിൽക്കുന്ന സമയത്താണ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത് ആനന്ദാണെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് കിട്ടുന്നത്. പിന്നെ പുള്ളിയുടെ കുറച്ച് ലുക്കിലും കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റം ഉണ്ടായിരുന്നു, അപ്പിയറൻസിൽ കുറച്ച് വ്യത്യാസം ഉണ്ട്. അപ്പോൾ സ്ഥിരം കണ്ട രൂപത്തിൽ നിന്നൊക്കെ മാറിയിട്ടുള്ള ഒരു രൂപവും അഭിനയവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആ സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആനന്ദാണെന്ന് അറിഞ്ഞപ്പോൾ വീണ്ടും ഇച്ചിരി സന്തോഷം തോന്നി. കാരണം കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ ആനന്ദിനെ കാണാൻ പറ്റി. പുള്ളി സ്ഥിരം സംഭവത്തിൽ നിന്ന് കുറച്ച് മാറ്റി പിടിച്ചൊരു കഥാപാത്രം ചെയ്തു. അതും ഒരു ഗ്രേ ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറായിട്ടൊക്കെയാണ് ആദ്യം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ പുള്ളിയിൽ കുറെ നന്മകളൊക്കെ കാണാൻ പറ്റി. ആ കഥാപാത്രത്തെ നല്ല രീതിക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇതിനകത്തുള്ള ഓരോ കഥാപാത്രങ്ങളും അങ്ങനെയാണ് കേട്ടോ. ഒരു ഫ്ലാറ്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് കഥ പോകുന്നത്. അപ്പോൾ ഫ്ലാറ്റ് വരുന്നത് കാരണം തന്നെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള കുറേ കഥാപാത്രങ്ങൾ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഈ പണ്ടത്തെ കാലത്തെ ഈ പറയുന്ന കുറേ നമ്മുടെ തലേണമന്ത്രം പോലുള്ള സിനിമകളിലൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പരദൂഷണം പറയുന്ന കുറേ കഥാപാത്രങ്ങളില്ലേ, അതുപോലെയുള്ള കുറേ കഥാപാത്രങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഗൗരിയുടെ അച്ഛനായിട്ട് ചെയ്ത കഥാപാത്രം ചെയ്ത ആളുടെ പേര് എനിക്ക് അറിഞ്ഞൂടാ, പുള്ളി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നീരജ് മാധവിന്റെ അമ്മയായിട്ട് അഭിനയിച്ച ലേഡി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അജു വർഗീസിന്റെ അമ്മയായിട്ട് അഭിനയിച്ച ലേഡി വളരെ ഭംഗിയായിട്ട് ആ കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അഭിനയിച്ച എല്ലാവരും ഗംഭീരമായിട്ട് തന്നെ ഇതിൽ വന്നു പോയിട്ടുണ്ട്. പിന്നെ ഈ വെബ് സീരീസിൽ തന്നെ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഒരു മനുഷ്യന്റെ കഷ്ടകാലം തുടങ്ങുന്നത് അവന്റെ കല്യാണം വരുമ്പോഴും വീട് പണി നടക്കുമ്പോഴാണെന്ന്. അപ്പൊ അത് തന്നെയാണ് ഇത് മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. കല്യാണം, വീട് പണി, ഇതിന്റെ ഇടയിൽ കിടന്ന് വെള്ളം കുടിക്കുന്ന ഒരു മനുഷ്യൻ, അയാൾ അതിനെ തരണം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞു പോയത്. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ വളരെ രസകരമായിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ കഥ പറഞ്ഞു പോയിട്ടുണ്ട്. അജു വർഗീസിന്റെ ഒരു കഥാപാത്രം വളരെ ഭംഗിയായിട്ട് കഥയെ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഈ പുരോഗമന ആശയങ്ങളൊക്കെ കാണിക്കുമ്പോൾ പോലും ഈ ഒരു വെബ് സീരീസിനകത്ത് എനിക്ക് അത്യാവശ്യം നല്ല വിയോജിപ്പ് തോന്നിയൊരു സംഭവമുണ്ട്. ഇതിനകത്ത് സ്മോക്ക് ചെയ്യുന്നതിനെ ഭയങ്കരമായിട്ട് ഇവര് ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ സ്മോക്ക് ചെയ്യുന്നത് പുരോഗമന ആശയമാണെന്നുള്ള രീതിയിൽ അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് ഇതിനെ കാണിക്കുന്നത്. ഈക്വാലിറ്റി എന്നുള്ള രീതിയിലൊക്കെയാണ് കാണിക്കുന്നത്.
ഈ നായികയായിട്ടുള്ള ഗൗരി എന്ന് പറയുന്ന ഒരു കഥാപാത്രം സ്മോക്ക് ചെയ്യുന്നതിനെ കാമുകനായ വിനോദ് സപ്പോർട്ട് ചെയ്യുന്നു. വിനോദ് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പം അത് പുള്ളിക്കാരുടെ കസിനായിട്ടുള്ള പപ്പൻ എന്ന് പറയുന്ന അജു വർഗീസിന്റെ ക്യാരക്ടർ ചോദ്യം ചെയ്യുമ്പോൾ വീണ്ടും വിനോദ് സപ്പോർട്ട് ചെയ്യുന്നു. അജു വർഗീസ് അത് പോയിട്ട് കാമുകിയായ ലിസിയോട് പറയുമ്പോൾ ലിസി അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതൊക്കെ പ്രോഗ്രസീവായ രീതിയിലാണ് കാണിക്കുന്നത്, ഈക്വാലിറ്റി ആയിട്ടാണ് കാണിക്കുന്നത്. ആണുങ്ങൾ സ്മോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്കും പറ്റിക്കൂടെ എന്നുള്ള ചോദ്യമൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ അതെനിക്ക് ഇച്ചിരി വിയോജിപ്പുള്ള കാര്യമായിട്ട് തോന്നി. കാരണം നമ്മൾ ഈ പുരോഗമനം പറയുന്ന സ്പേസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള പല സംഭവങ്ങളും കേട്ടിട്ടുണ്ട്. പുരുഷൻ സ്മോക്ക് ചെയ്യുന്നെങ്കിൽ സ്ത്രീക്ക് സ്മോക്ക് ചെയ്യാം, പുരുഷൻ കഞ്ചാവ് വലിക്കുന്നെങ്കിൽ സ്ത്രീക്കും കഞ്ചാവ് വലിക്കാന്നൊക്കെ പറഞ്ഞേക്കാം. ആക്ച്വലി ഇത് പ്രോഗ്രസീവ് ആയിട്ടുള്ള ചിന്തയായിട്ട് എനിക്ക് കണക്കാക്കാൻ പറ്റില്ല. ഒന്നാമത് ഈ മദ്യമാണെങ്കിലും കഞ്ചാവാണെങ്കിലും ഈ പറയുന്ന സിഗരറ്റ് ആണെങ്കിലും ഒക്കെ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള കാര്യമാണ്. സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത് എന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാധനത്തെ അത് ഉപയോഗിക്കുന്നതിന് സപ്പോർട്ട് ചെയ്ത് അത് പ്രോഗ്രസീവ് ആയിട്ടുള്ള ചിന്തയായിട്ട് പറയുന്നേക്കാൾ എത്രയോ ഭംഗിയാണ് ഇത് പുരുഷനായാലും സ്ത്രീ ആയാലും ഉപയോഗിക്കുന്നത് നിർത്തുന്നതാണ് ഏറ്റവും പ്രോഗ്രസീവ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഭയങ്കരമായിട്ട് ഈ സംഭവത്തെ എന്തോ ഈക്വാലിറ്റി പോലെയൊക്കെ ഗ്ലോറിഫൈ ചെയ്യുന്നത് കണ്ടു. ആ ഒരു ആശയത്തോട് മാത്രമാണ് ഇവിടെ എനിക്ക് കുറച്ച് വിയോജിപ്പൊക്കെ വന്നിട്ടുള്ളത്. അല്ലാതെ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഇനി സീരീസിന്റെ ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇതിനകത്തുള്ള ഡയലോഗ് ചെയ്തിട്ടുള്ളത് ഡയറക്ടർ തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ഇദ്ദേഹം ഇതിനകത്ത് ഫെമിനിസ്റ്റ് പോലുള്ള വാക്കുകൾക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. സാധാരണ പല സിനിമകളിലും അത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത് വളരെയധികം പരിഹസിക്കാൻ വേണ്ടി തമാശയ്ക്കായിട്ടാണ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, ഫെമിനിസം പോലുള്ള വാക്കുകളൊക്കെ ഇദ്ദേഹം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് അതൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് ഉപയോഗിച്ചത്. പരിഹസിക്കാൻ വേണ്ടിയിട്ടോ തമാശയായിട്ടൊന്നും അല്ല, വളരെ നല്ല കണ്ടന്റ് ആയിട്ടാണ് അത് എടുത്തു വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഡയലോഗ്സിന്റെ കാര്യമാണെങ്കിൽ പോലും കൃത്യമായിട്ട് പറയേണ്ട ഡയലോഗുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കഥാപാത്രങ്ങൾക്ക് എവിടെയാണ് ആവശ്യം വരുന്ന ഡയലോഗ് അങ്ങനെയുള്ള ഡയലോഗേ ഉള്ളൂ. അതും വളരെ ശ്രദ്ധിച്ചാണ് കഥാപാത്രങ്ങളെ, ഞാൻ പറഞ്ഞില്ലേ ഓരോ കഥാപാത്രത്തെ ഉണ്ടാക്കിയെടുത്തത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഡയലോഗ്സ് പോലും വളരെ ശ്രദ്ധിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു കൃത്യമായിട്ടുള്ളൊരു അളവ് എന്നൊക്കെ പറയും, ആ രീതിയിലാണ് ഡയലോഗൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു സ്ക്രിപ്റ്റ് വർക്ക് എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ സിനിമയ്ക്കകത്ത് വിനോദ് എന്ന് പറയുന്ന കഥാപാത്രം അജു വർഗീസിന്റെ പപ്പൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് പ്രധാനമെങ്കിലും സ്ത്രീകളെ കൂടി ഉൾപ്പെടുത്തി അവരുടെ പേഴ്സ്പെക്റ്റീവിൽ കൂടി ഇതിനെ പറയാൻ ഇവർ ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഗൗരി ആണെങ്കിലും ലിസി ആണെങ്കിലും രണ്ടുപേരുടെയും ആ ഒരു പേഴ്സ്പെക്റ്റീവ് നല്ല ഭംഗിക്ക് പറഞ്ഞിട്ടുണ്ട്. അവർ ഈ പുതിയ കാലത്ത് പെൺകുട്ടികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. വളരെ ബോൾഡാണ്, വളരെ സ്വന്തമായ അഭിപ്രായങ്ങളൊക്കെ ഉള്ള പെൺകുട്ടികളായി കണ്ടുകൊണ്ട് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇതിനകത്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, ഫെമിനിസം പോലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് കഥാപാത്രങ്ങളിലും അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കഥാപാത്രങ്ങൾ ഉണ്ടാക്കിയ രീതിയും പെർഫെക്റ്റ് ആണ്. പിന്നെ ഇതിന്റെ സംഗീത സംവിധാനം ചെയ്തിട്ടുള്ളത് ഗോപി സുന്ദറാണ്. ഗോപി സുന്ദറിന്റെ നല്ലൊരു വർക്കാണ്. ഡേവിഡ് കാച്ചിപ്പള്ളിയാണ് ഇതിന് ഛായാഗ്രഹണം ചെയ്തിട്ടുള്ളത്. GOP ആയിട്ടുള്ള ഇദ്ദേഹത്തിന്റെ വർക്കും പ്രത്യേകം പറയേണ്ടതാണ്. നല്ല രീതിക്ക് നമുക്ക് വിഷ്വലൈസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോ ഫ്രെയിമുകളാണെങ്കിൽ പോലും ഈ കഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ഒരുപാട് ഉപകരിച്ച കാര്യമാണ് ഈ ഡേവിഡ് കാച്ചിപ്പള്ളിയുടെ ഛായാഗ്രഹണം. അതുപോലെ തന്നെ ഗോപി സുന്ദറിന്റെ സംഗീതം എന്ന് പറയുന്നതോ എനിക്ക് തോന്നുന്നു തമിഴ്, തെലുങ്ക്, കന്നഡ, മറാത്തി പോലുള്ള 7ഓളം ഭാഷകളിലായിട്ടാണ് ഈ വെബ് സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. വലിയ വലിയ ശബ്ദ കോലാഹലങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല വൃത്തിക്ക് ഇവർ ഈ വെബ് സീരീസ് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഏത് ഭാഷയിൽ കണ്ടു കഴിഞ്ഞാലും എല്ലാവർക്കും സമാധാനമായിട്ട് ഇരുന്ന് കാണാൻ പറ്റിയ, കുടുംബസമേതം കാണാൻ പറ്റിയ രീതിയിൽ തന്നെയാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് ടോക്സിക് പാരന്റിങ് എന്ന് പറയുന്ന സംഭവം കാണിക്കുന്നുണ്ട്. ടോക്സിക് പാരന്റിങ് എന്ന് പറയുന്നത് നായികയായിട്ടുള്ള ഗൗരിയുടെ അച്ഛന്റെയും അമ്മയുടെയും ആ ഒരു പാരന്റിങ്ങിൽ പെട്ടുപോയ അവളുടെ ഒരു ലൈഫാണ്. അപ്പം ഈ ടോക്സിക് ആയിട്ടുള്ള പാരന്റിങ്ങിൽ പെട്ടുപോയ ഒരു പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവരെങ്ങനെയാണ് ഫാമിലിയിൽ നിന്നും ഡിറ്റാച്ച് ചെയ്യപ്പെടുന്നത്, അവരെങ്ങനെയാണ് ഓടി ഒളിക്കുന്നത് തുടങ്ങിയ കുറെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരേ സമയം തന്നെ ടോക്സിക് പാരന്റിങ്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, അതുപോലെ തന്നെ സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, ഇതെല്ലാം കാണിക്കുന്ന അടിപൊളിയായിട്ടുള്ള വർക്കാണ്. ഞാൻ പറഞ്ഞില്ലേ 6 എപ്പിസോഡാണ് മൊത്തത്തിൽ വരുന്നത്. പക്ഷെ ഈ 6 എപ്പിസോഡിന്റെ ഉള്ളിൽ പറയേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞ് മാക്സിമം ചുരുക്കി പറഞ്ഞു, ഒരുപാട് വലിച്ചു നീട്ടാണ്ട് തന്നെ ഓരോ കാര്യങ്ങളും പറഞ്ഞു. ഓരോ എപ്പിസോഡിനകത്തും ഓരോരോ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതെല്ലാണ്ടല്ലോ വൃത്തിക്ക് ചെയ്തു, ഒന്നും എക്സ്ട്രാ വലിച്ചു നീട്ടി പറഞ്ഞിട്ടില്ല. ഒരിടത്ത് പോലും നമ്മളെ ബോറടിപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ അഴിമതി, കൈക്കൂലി, ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ, എല്ലാ സാധനങ്ങളും കാണിക്കുന്നുണ്ട്. ഒരു ചെറിയൊരു പ്ലോട്ടിൽ നിന്നും എന്തൊക്കെ പറയാൻ പറ്റൂ, വിശാലമായിട്ട് അതിനെ എങ്ങനെ സമീപിക്കാൻ പറ്റൂ, ആ രീതിക്കൊക്കെ ഡയറക്ടർ അതിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ മിഥുനം പോലെ അല്ലെങ്കിൽ നമ്മുടെ വരവേൽപ്പ് പോലുള്ള സിനിമകൾക്കകത്തൊക്കെ പറഞ്ഞൊരു സംഭവത്തെ ഇന്നത്തെ ആധുനിക കാലത്ത് നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും, അത് എത്രത്തോളം റെലവന്റ് ആവും തുടങ്ങിയ കാര്യങ്ങളൊക്കെ, ആ ചിന്തകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ക്ലൈമാക്സ് ഒക്കെ അതിൽ വന്നിട്ടുണ്ട്. ഈ അജു വർഗീസിന്റെ കരിയറിലെ ഏറ്റവും നല്ല കഥാപാത്രമാണ്. നീരജിന്റെ
കരിയറിലെ ഏറ്റവും നല്ല മലയാള സിനിമയിലെ ഏറ്റവും നല്ലൊരു കഥാപാത്രമാണിത്. അങ്ങനെ ഓരോ ആർട്ടിസ്റ്റുകളുടെ നല്ലൊരു കഥാപാത്രം ഇതിനകത്ത് കാണാൻ പറ്റും. അതുപോലെ ജമീല സലീം ഇതിനകത്തൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. നല്ല ക്യാരക്ടർ കേട്ടോ. പുള്ളിക്കാരി ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. പക്ഷെ ഭയങ്കര രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. അവരുടെ ഒരു കഥാപാത്രത്തിന്റെ ചില മാറ്റങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ എല്ലാവരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. വളരെ മികച്ച സ്ക്രിപ്റ്റായി മാറിയിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരുപാട് റെലവെന്റ് ആയിട്ട് നിൽക്കുന്ന വിഷയങ്ങളെ പറയാൻ ശ്രമിച്ചു. ഇതിന്റെ ക്ലൈമാക്സിലെ അവസാനത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതും പ്രത്യേകം പറയണം. മനുഷ്യർക്ക് തെറ്റുകളിൽ നിന്നും പുറത്തേക്ക് കടക്കാനുള്ളൊരു ഗ്യാപ്പ് അല്ലെങ്കിൽ സമയം കൊടുക്കുന്നുണ്ട് ഇതിന്റെ ക്ലൈമാക്സിൽ പോലും. മനുഷ്യർക്ക് സ്വയം നവീകരിക്കാനുള്ളൊരു സമയം കൊടുക്കുന്നുണ്ട്. ചില ബന്ധങ്ങൾ ചിലപ്പോൾ എല്ലാം ഓക്കെ ആവണമെന്നില്ല. ബന്ധങ്ങളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരും. പല രീതിയിലും അത് റീഡ് ചെയ്യുന്നതിൽ പല പ്രശ്നങ്ങളും വരും. അപ്പൊ അത്തരം പ്രശ്നങ്ങളിൽ വേണമെങ്കിൽ നമുക്ക് സെക്കൻഡ് ചാൻസ് എടുക്കാം എന്ന് പോലും ഈ ഒരു വർക്ക് കാണിക്കുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ പ്രണയത്തിൽ നിന്ന് പറഞ്ഞു തുടങ്ങി വളരെ വിശാലമായ പല വിഷയങ്ങളിലേക്കും കടന്നുപോയി പല രീതിയിൽ ആ വിഷയങ്ങളിലൂടെ സഞ്ചരിച്ച് ഏറ്റവും നല്ല പ്രണയമായിക്കൊണ്ട് തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചൊരു വർക്കാണ് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. പ്രണയം ആണ് ഈ ഒരു പേരിനകത്ത് പോലുള്ളത്. പ്രണയം പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ പ്രണയത്തിനകത്തുള്ള എല്ലാ തരം പ്രശ്നങ്ങളെയും ഭംഗിയായി തന്നെ കാണിച്ചിട്ടുണ്ട്. മാക്സിമം പറ്റുന്ന പോലെ കാണിച്ചിട്ടുണ്ട്. സോ ഡയറക്ടറുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് ഇനിയും നല്ല രീതിക്ക് സിനിമ ചെയ്യാനുള്ള ക്രാഫ്റ്റ് ഉണ്ട് എന്നുള്ളത് പുള്ളി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനിയും നല്ല വർക്കുകൾ കിട്ടി അദ്ദേഹം നല്ല രീതിക്ക് വൃത്തിയായിട്ട് ചെയ്യും. നമ്മുടെ നീരജ് മാധവ് അത്യാവശ്യം നല്ല രീതിക്ക് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് മലയാള സിനിമയിൽ. അപ്പൊ ഇദ്ദേഹത്തെ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടത് ഡയറക്ടേഴ്സ് അത്യാവശ്യമാണെന്ന് തോന്നുന്നു. സിനിമകളൊക്കെ ചെയ്യാൻ നല്ല കഴിവുള്ള ആർട്ടിസ്റ്റാണ്. കുറച്ചുകൂടി ഭംഗിയായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ നല്ല രീതിക്ക് അഭിനയിപ്പിച്ചെടുക്കാൻ പറ്റും. നല്ല നല്ല കഥാപാത്രങ്ങൾ കൊടുക്കാൻ കഴിയും. സോ ഫാമിലിയുടെ കൂടെ ഇരുന്ന് എല്ലാവർക്കും ഒരുമിച്ച് കാണാൻ പറ്റിയ വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള നല്ലൊരു വെബ് സീരീസ് ആണ് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ.